ഗൂഗിൾ ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധം ഇനി തുടരാനുള്ള സാധ്യത കാണുന്നുണ്ട്? കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയ തോതിൽ അവിടുത്തെ MLA-ക്കെതിരെ പ്രതിഷേധമുയരുകയും അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള അവസരം കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് ഇനി അടുത്ത പ്രതിഷേധത്തിൻ്റെയൊക്കെ ആസൂത്രണം കോൺഗ്രസിന്റെ ഭാഗത്ത് എന്താണ് അറിയാൻ കഴിയുന്നത്? സ്വാഭാവികമായും ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ കാരണം നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ഇങ്ങനെ പല സാഹചര്യങ്ങളുമുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ അതിനുശേഷം പിന്നീട് വന്നൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് സി കൃഷ്ണകുമാറിനെതിരെ ഒരു ലൈംഗിക ആരോപണം ഇത്തരത്തിൽ വരുന്നു. അതാണ് വളരെ പെട്ടെന്ന് തന്നെ തങ്ങൾക്കും ഇത്തരത്തിൽ പ്രതിരോധിക്കാൻ അറിയാം അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ അറിയാം എന്നുള്ളത് സൂചനയായി തന്നെയാണ് വളരെ പെട്ടെന്ന് ഈ ആരോപണം വന്നതും സി കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഏതാനും പ്രവർത്തകർ കൂടി ഇവിടെ ഉണ്ട്. അവരുമായി പോലീസും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയാണ്. സ്വാഭാവികമായും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിനടക്കമുള്ള പ്രശ്നങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു സ്ഥലത്ത് സംഘർഷ സാഹചര്യങ്ങൾക്ക് അല്പമായി വന്നിട്ടുണ്ട്. കാരണം വലിയ തോതിൽ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവർത്തകരോട് തിരിഞ്ഞു പോകണമെന്നാണ് ഇപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുമായി ഈ അറസ്റ്റ് ചെയ്ത് നടത്തുന്ന കാര്യങ്ങൾ പോലീസ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ റോട്ടിൽ നിൽക്കുകയാണ്. ഇപ്പോഴും നേരിയ തോതിലെങ്കിലും ഇപ്പോഴും സംഘർഷ സാധ്യത ഉണ്ടെന്ന് തന്നെ പറയാം. പൂർണ്ണമായും സംഘർഷം ഒരു സാഹചര്യമല്ല ഇപ്പോൾ. നിൽക്കാത്ത മറ്റ് നേതാക്കൾ ഇപ്പോൾ മുദ്രാവാക്യങ്ങളുമായി തിരികെ മടങ്ങുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മറ്റ് പ്രവർത്തകർ പിന്നീട് തടിച്ച റോട്ടിലൂടെ മുദ്രാവാക്യങ്ങളുമായി ഇപ്പോൾ നീങ്ങുകയാണ്. BJP ഓഫീസിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. ബാരിക്കേഡ് നിരത്തിക്കൊണ്ട് പോലീസ് ചെറുക്കുന്നുണ്ട് മാർച്ചിനെ. നിരവധി പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളിലും ഏർപ്പെട്ട് വലിയ പ്രതിഷേധം BJP ഓഫീസിലെ നേർക്ക് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. സി കൃഷ്ണകുമാർ BJP നേതാവിനെതിരെ ഉയർന്നു വന്ന പരാതി ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം BJP ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടേയിരിക്കുന്നത്. നിരവധി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാഹനത്തിലേക്ക് പ്രവർത്തകരെ കയറ്റി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ നടക്കുന്നത്. ഗൂഗിൾ തുടരുന്നുണ്ട്. ഗൂഗിൾ, എത്ര നേരത്തേക്ക് ഇനി പ്രതിഷേധം ഉണ്ടായേക്കും? ഇപ്പോൾ പ്രവർത്തകർ എങ്ങോട്ടാണ് പോകുന്നത്? പ്രവർത്തകർ ഇപ്പോൾ തിരികെ മടങ്ങുന്നതാണ് അന്നത്തെ കാണുന്നത്. അവർ അമരാവതിയുമായി തിരികെ PCC-യിൽ നിന്നാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. അതിനുശേഷം BJP ഓഫീസിന് ഫ്രണ്ടിലെത്തുകയും അവിടെ വെച്ച് മുദ്രാവാക്യം വിളികൾ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകർ അതിനുശേഷം കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വെച്ച് അതിനുശേഷം മറ്റു പ്രവർത്തകർ ഇപ്പോൾ നീങ്ങുകയാണ്. അവർ സുൽത്താൻപേട്ട ജംഗ്ഷനിലേക്കാണ് നീങ്ങുന്നത്. അവർ തിരികെ PCC ഓഫീസിലേക്കുള്ള കണക്കെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മാർച്ചാണ് ഇപ്പോൾ അവസാനിച്ചത്. പ്രവർത്തകർ ഇപ്പോൾ പിൻവാങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. പാലക്കാട് BJP ഓഫീസിലേക്കായിരുന്നു അല്പസമയം മുമ്പ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടന്നത്. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുറച്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കി. ബാക്കിയുള്ള പ്രവർത്തകർ ഇപ്പോൾ പിൻവാങ്ങുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്. പോലീസും ഒപ്പം പോകുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് പാലക്കാട് BJP ഓഫീസിലേക്ക് കൃഷ്ണകുമാറിന് എതിരായ പരാതിയിന്മേൽ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. തുടർന്നുള്ള പ്രതിഷേധങ്ങൾക്കും സാധ്യത ഉണ്ട് എന്നാണ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൂഗിൾ തുടരുന്നുണ്ട്. ഗൂഗിൾ, ഇനി എങ്ങോട്ടാണ് ഈ പ്രതിഷേധത്തിൽ നിന്നും പിൻവാങ്ങുന്ന കാഴ്ചയാണോ കാണുന്നത്? പ്രവർത്തകരൊക്കെ തന്നെ പിരിഞ്ഞു പോകുന്നു. പോലീസ് അതേസമയം പിന്നാലെ ഉണ്ട്. തുടർന്നും എന്തെങ്കിലും പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കാനിടയുണ്ടോ? സ്വാഭാവികമായ അത്തരത്തിലുള്ള സാധ്യതയുണ്ട്. കാരണം സുൽത്താൻപേട്ട സിഗ്നലിൽ പ്രവർത്തകർ സംഘടിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പ്രവർത്തകരുടെ ഭാഗത്തുള്ള പ്രതികരണം വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൗൺസിലറെ ബഷീറിന് പൂർണ്ണമായി പക്ഷെ അതിനുള്ള മറുപടി തന്നിരിക്കും. അത് പോലീസ് ഒന്ന് ഓർത്തോ,
7 മാസം കൂടെ ഉള്ളൂ. തിരിച്ച് ഞങ്ങൾ അതിനുള്ള 10 മടങ്ങ് മറുപടി തന്നിരിക്കുന്നു. ഇപ്പോൾ തൽക്കാലം അനാവശ്യമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രവർത്തകരുടെ ആരോപണം. അതോടുകൂടിയാണ് ആ ബിജെപി ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അവർ നേരെ പ്രതിഷേധവുമായി എത്തുന്നത്. ഇവിടെ വെച്ച് പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമുക്ക് പാലക്കാട് എന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. പ്രതിഷേധം അവസാനിക്കുന്നു. പോലീസിന്റെ ഇടപെടലിലാണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിക്കുന്നത്. നേതാക്കളൊക്കെ തന്നെ പിൻവാങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഗൂഗിൾ തുടരുന്നുണ്ട്. ഗൂഗിൾ പ്രവർത്തകരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പ്രതിഷേധം അങ്ങനെയെങ്കിൽ അടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പിൻവാങ്ങിയാണ് പ്രവർത്തകർ. അതേസമയം ചെറുത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട് പ്രവർത്തകർ. അതായത് പിൻവാങ്ങിയ പ്രവർത്തകരാണ് അവർ സിവിലിന്റെ അവിടെ വെച്ച് ഇതിനിടയിലാണ് പോലീസ് ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഗതാഗത തടസ്സം ഉണ്ടാക്കുമെന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസിനെ അറസ്റ്റ് ചെയ്ത് പ്രവർത്തകരെ നീക്കിയത്. ഇപ്പോഴും മുഴുവനായി തന്നെ പ്രവർത്തകർ അറസ്റ്റ് വഴങ്ങുന്നില്ല. അതിൽ മൻസൂർ മാത്രമാണ് മറ്റുണ്ടായിരുന്നത്. ഇപ്പോൾ മൻസൂറിനെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അത്തരത്തിൽ പ്രവർത്തകർ BJP ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും അതിനുശേഷം പിൻവാങ്ങുകയും ജനവിരഞ്ചി പ്രയോഗിച്ചു. അതിനുശേഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ഏതാനും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. മറ്റുള്ള പ്രവർത്തകർ പിൻവാങ്ങി. അതിനുശേഷം സുൽത്താൻപേട്ട സ്റ്റേഷനിലെത്തുകയും അവിടെ ഇത്തരം പറ്റിയ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് മറ്റുള്ള പ്രവർത്തകരെ കൂടി ബാക്കി പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ശരി, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്. പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. BJP പ്രവർത്തകർ ഓഫീസിലേക്കാണ് BJPയുടെ ഓഫീസിലേക്കാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. കൃഷ്ണകുമാറിനെതിരെ ഉയർന്നു വന്ന പരാതിയുമായി ബന്ധപ്പെട്ടാണ്, വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടാണ്, പോലീസിൽ നൽകിയ പരാതിയുമായി, പാർട്ടി നേതാക്കൾക്ക് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഏകദേശം ഇവിടെ ശമനമുണ്ടായിരിക്കുന്നു. പോലീസിന്റെ ഇടപെടലുണ്ടായി. ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധിക്കാൻ എത്തിയ പ്രവർത്തകരെ പോലീസ് ചെറുത്തത്. ജലപീരങ്കി പ്രയോഗിച്ചു. നഗരത്തിൽ വലിയ ഗതാഗതക്കുരുക്ക് ഈ പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് അലയടിച്ചത്. ഇപ്പോൾ പ്രവർത്തകർ പിൻവാങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പോലീസിന് നേരെ ഒരു സംഘർഷ സാധ്യത കൂടി സാഹചര്യം കൂടി നിലനിന്നിരുന്നു. പോലീസുമായി ഏറെ നേരം ഉന്തം തള്ളം ഉണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് BJP ഓഫീസിലേക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകർ, നഗരത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് BJP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചാണ് പോലീസ് ഏറെ ദൂരം, ഏകദേശം BJP ഓഫീസിന് തൊട്ടടുത്ത് ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തെ ചെറുക്കാൻ ശ്രമിച്ചത്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഏറെ നേരത്തെ ഉന്തം തള്ളും പോലീസുമായി ഉണ്ടായി. ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് ഒരു നടപടിയിലേക്ക് പോകുന്ന ഒരു ഘട്ടമെത്തി. പിന്നീടാണ് പോലീസ് വാഹനം എത്തിച്ച് പ്രവർത്തകരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. കുറേയേറെ പ്രവർത്തകർ അതേസമയം മറ്റിടങ്ങളിലേക്ക് പിൻവാങ്ങുന്ന കാഴ്ച, തിരിച്ച് ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തി മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച. BJP നേതാവ് കൃഷ്ണകുമാറിനും BJP നേതൃത്വത്തിനും എതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം അലയടിച്ചത്.